നീ വന്നിട്ട് കുറെ നേരമായോ? ആ, ഒരമണിക്കൂറാവണം. ജെക്കെ സുഖമല്ലേടാ? ആ, കുഴപ്പമില്ല. എന്നാ പോയേക്കാം. അവിടെ എല്ലാരും നിങ്ങളെ നോക്കിയിരിക്കാം. പാർട്ടി എപ്പോഴാ? നൈറ്റ്. കുറച്ച് പരിപാടി കൂടെ ഉണ്ട്. എന്നാ പോയാലോ? പോയേക്കാം. നീനു, ഞാൻ നിങ്ങളെ നോക്കി നിൽക്കുമായിരുന്നു. നിങ്ങളെന്താ ഇത്ര താമസിച്ചേ? ഇവരുടെ ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നടി. ഞാനും അവിടെ പോയി പോസ്റ്റ് അടിച്ചിരിക്കായിരുന്നു. എന്തേ പ്രോഡക്റ്റ്? ഇപ്പൊ ഉറങ്ങിയേ ഉള്ളൂ. കേറുവാ. നീ എന്തെങ്കിലും കഴിക്കാനെടുക്ക്. ഇവന്മാരൊന്നും കഴിച്ചിട്ടില്ല. ഓ, അത് മറന്നു. എല്ലാരും പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ അപ്പോഴേക്ക് ഫുഡ് എടുത്ത് വെക്കാം. അങ്ങനെയാട്ടടി. നൈറ്റ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാം. അപ്പോ വേറെ ആരും വരുന്നില്ലേ? വേറെ ആര് വരാൻ? നമ്മളൊക്കെ തന്നെയുള്ളൂ. ചെറിയ രീതിയിൽ നടത്തിയാൽ മതിയെന്ന് ഇവിടെ തന്നെയാ പറഞ്ഞ. ഒരു കണക്കിന് അതാ നല്ലത്. നിങ്ങള് കഴിക്കേ. അവരെന്തേ? അവരിപ്പോ വരും. ഫ്രഷ് ആവാൻ തോന്നുന്നു. ഉം. മീനേച്ചി, ആ വേഗം വാ. ഇവിടെ എല്ലാരും കഴിച്ചു തുടങ്ങി. അവനെന്തേ? ഇച്ചാലിപ്പോ വരും. നിങ്ങൾ വന്നിരിക്കേ, കഴിക്കാം. ഇത് ഹായ്, എന്റെ പേര് ഹരിതൻ. ഹരി എന്ന് വിളിച്ചാൽ മതി. ഹായ് ഹരി. ഹായ്. ഹലോ. തെച്ചു മോളെ, ഇതെന്നാ നോക്കി. അങ്കിളിന് മനസ്സിലായോ? പിന്നെ ഇപ്പൊ അങ്ങ് മനസ്സിലായി. സമയം അതിക്രമിച്ചു. എന്ന കേക്ക് മുറി അങ്ങ് നിൽക്കട്ടെ. Happy birthday to you, they choose. Many happy returns of the day, my baby. എന്നടാ ഒരു കേക്ക് പീസ് ഇങ്ങെടുത്ത്. ഓ, ഒത്തിരി തിന്നണ്ട. വല്ല ഷുഗറും വന്ന് ചാവും. അവസാനം ഞാൻ തന്നെ ചുമക്കണ്ട. സൗകര്യം ഉണ്ട ചുമന്നാ മതി. എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ആലോചിക്കട്ടെ കേട്ടോ. എന്നാ ഇനി എല്ലാരും പോയി കിടന്നു. ലേറ്റ് ആയില്ലേ? നാളെ രാവിലെ കാണാം. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഷാനി, ഇവിടെ വാ. അനി, ഇതെങ്ങോട്ടേക്ക് പോകുന്നേ? ഇങ്ങ് വാ. ഇതെവിടെ പോയി?
ഇതാരാ? ജാനിക്കുട്ടനോ? ഇവിടെ വന്നേ, ചോദിക്കട്ടെ, ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണോ? യുവർ ഫാദർ എവിടെ? ടാനി, അയ്യോ, ഇതിവിടെ ഉണ്ടായിരുന്നോ? ടാനി, ഇങ്ങ് വാ. ഇത് തന്നെ ഇങ്ങോട്ട് വന്നോ? അപ്പൊ ഞാൻ എടുത്തതേ ഉള്ളൂ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ആ, ഇന്നാ കൊല്ലം 4 കഴിഞ്ഞു, എന്നിട്ടും ജാടയ്ക്ക് ഒരു കുറവുമില്ല. ഇവനാരടാ? ജാടക്കാരന്റെ കൊച്ചുമോന്. എന്താടാ നീ ഒറ്റയ്ക്ക് നിന്ന് വർത്താനം പറയണേ? അത് 2 പട്ടികളുടെ കാര്യം പറഞ്ഞ. പട്ടിയോ? എവിടെ? എന്നാടാ നോക്കി നിക്കാണ്ട് മര്യാദക്ക് പിടിക്കുക അങ്ങോട്ട്. ഇവിടെ കണ്ട് പട്ടിയുണ്ടോ? നില്ല, ഇത് എങ്ങോട്ട് കയറുക? ചക്കപ്പോത്ത് പോലെ വളർന്നു നിൽക്കണം നിന്നെ എടുത്തിട്ട് വേണം എന്റെ നടുവിന്റെ ഫിലമെന്റ് അടിച്ചു പോവാൻ. ഓ, അപ്പൊ നിങ്ങൾക്ക് എന്നോട് അത്രേ ഉള്ളൂ. എനിക്കെല്ലാം മനസ്സിലായി. ഓ, ഇറങ്ങടാ തെണ്ടി താഴെ. നിനക്കൊക്കെ 10 പൈസയുടെ വിവരമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാനൊന്നും മിണ്ടാത്തെ. ഒന്ന് താഴ്ത്തോട്ട് ഇറങ്ങുമോ? രണ്ടും കൂടി ഒന്ന് നിർത്താവോ? രാവിലെ തന്നെ തുടങ്ങല്ലേ. ഞാനാണോ? ഇവനല്ലേ? ഞാനോ? നീയല്ലേ? ഓ, നിങ്ങൾ രണ്ടുമല്ല ഞാനാ. പട്ടീന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്ന, ഇപ്പൊ ഇല്ല, പോയി. എന്നാ നിനക്കിത് നേരത്തെ പറയാറുന്നില്ലടാ. അതിന് പറയാൻ നീയൊക്കെ കുറച്ച് ക്യാപ്പ് തരണ്ടേ? അതിന് മുന്നേ തുടങ്ങിയില്ലേ കൊണകൊണകൊണാന്ന് പറഞ്ഞോണ്ട്. ജെനി, ആ, നീ ഇനി എന്നാ വർക്കിന് കയറണേ? 1 മാസത്തെ ലീവല്ലേ എടുത്തേ, അത് കഴിഞ്ഞു പോണം. എടാ അങ്ങ് നോക്കി, ഇവര് തമ്മിൽ എന്നാ? അവര് തമ്മിൽ ഉണ്ടാ? ഒന്ന് വർത്താനം പറയാനും പാടില്ലേ? ആ വർത്താനം അത്ര ശരിയല്ല. നീ നോക്കണ്ട, അവനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ അവൻ ശരിയല്ല. ഞാൻ പോവാ. എടാ ചേക്കേ, ഒന്ന് പോടാ. വേണ്ട, അല്ലേല് സത്യം പറയുമ്പോ ആർക്കും പിടിക്കാലോ. എന്തൊക്കെയുണ്ട് UK വിശേഷങ്ങൾ? ഓ, എന്ത് വിശേഷം, അങ്ങനെയൊക്കെ പോകുന്നു. ഹലോ, ഇതാരാടാ? ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി, എന്നാലും ഇരിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ മൈ സ്വീറ്റ് ഡിയർ. വിക്കിച്ചനോ? ആ, വിക്ക് പിടിച്ച ഏതോ അച്ഛനാന്ന് തോന്നുന്നു. പൊന്നോ, എന്നിലെടുത്ത് താട എറിഞ്ഞ് കൊല്ലട്ടെ ഞാനിവനെ. ഉണ്ടാതിരി, വെറുതെ അവന്റെ കൈ കൊണ്ട് ചാവാൻ നിൽക്കണ്ട. ഓക്കെ.